ഇന്ന് ഭാരപ്പെടുന്ന ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, നിന്റെ മുമ്പിൽ ഒരു സന്തോഷം വരുന്നു. ഭാരത്തോടിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു. നിരാശയോടിരിക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, മോനെ, എന്നും നിരാശയല്ല, എന്നും കണ്ണുനീരല്ല, എന്നും പട്ടിണിയല്ല, എന്നും കരച്ചിലിന്റെ ഗതശമനയുടെ വ്യാഴാഴ്ചയല്ല, എന്നും ക്രൂശീകരണത്തിന്റെ വെള്ളിയാഴ്ചയുമല്ല, എന്നും നിശബ്ദതയുടെ ശനിയാഴ്ചയുമല്ല. നിനക്കൊരു ഉയർപ്പിന്റെ ഞായറാഴ്ച ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്നൊരു ദൈവമുണ്ട്, അവസ്ഥകളെ മാറ്റുന്നൊരു ദൈവമുണ്ട്, അനുഭവങ്ങളിൽ വ്യത്യാസം തരുന്നൊരു ദൈവമുണ്ട്. ഈ നിരാശകളെ, ഈ ദുഃഖങ്ങളെ സന്തോഷമാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ഉറപ്പുള്ളവർ. അതുകൊണ്ട് സകല ഭാരവും, ഈ ഭാരം ഒരു പ്രശ്നമാണ്. നമുക്കറിയാം, ഓടുവാൻ വേണ്ടി ട്രാക്കിൽ നിൽക്കുന്ന ഒരു ഓട്ടക്കാരൻ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡ്രസ്സായിരിക്കും ധരിക്കുന്നത്. ഒരിക്കലും സ്യൂട്ടും കോട്ടും ഇട്ട്, അല്ലെങ്കിൽ പാൻസും ഷർട്ടും ബെൽറ്റും ഒക്കെ ധരിച്ച് ആരും ഒരു ഒളിമ്പിക്സിലും ട്രാക്കിൽ ഓടാൻ നിൽക്കാറില്ല. ഓടാൻ നിൽക്കുന്നവൻ വളരെ ഭാരം കുറഞ്ഞ വസ്ത്രം ധരിച്ചായിരിക്കും ഓടാൻ നിൽക്കുന്നത്. വലിയ ലഗേജുകളും തോളിലെടുത്തുകൊണ്ട്, വലിയ ഭാരങ്ങളും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുവാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് let us lay aside every weight, എല്ലാ ഭാരവും, എല്ലാ ബേർഡനും, നിങ്ങളുടെ എല്ലാ നിരാശകളും സൈഡിലേക്ക് വലിച്ചെറിയുക. എന്ത് ധൈര്യത്തിലാണ് ഭാരപ്പെടണ്ട എന്ന് പറയുന്നത്? എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ധൈര്യത്തോടിരിക്കുവാൻ പറയുന്നത്? രണ്ടാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഉറപ്പു തരുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കുക. എന്താ കാരണം? എനിക്ക് മുൻപേ ഈ ട്രാക്കിലൂടെ ഓടിയ പുത്രനാണവൻ. ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കുക. നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം, ഇന്ന് ഭാരപ്പെടുന്ന ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, നിന്റെ മുമ്പിൽ ഒരു സന്തോഷം വരുന്നു. ഭാരത്തോടിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു. നിരാശയോടിരിക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, മോനെ, എന്നും നിരാശയല്ല, എന്നും കണ്ണുനീരല്ല, എന്നും പട്ടിണിയല്ല, എന്നും കരച്ചിലിന്റെ ഗതശമനയുടെ വ്യാഴാഴ്ചയല്ല, എന്നും ക്രൂശീകരണത്തിന്റെ വെള്ളിയാഴ്ചയുമല്ല, എന്നും നിശബ്ദതയുടെ ശനിയാഴ്ചയുമല്ല. നിനക്കൊരു ഉയർപ്പിന്റെ ഞായറാഴ്ച ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്നൊരു ദൈവമുണ്ട്, അവസ്ഥകളെ മാറ്റുന്നൊരു ദൈവമുണ്ട്, അനുഭവങ്ങളിൽ വ്യത്യാസം തരുന്നൊരു ദൈവമുണ്ട്. ഈ നിരാശകളെ, ഈ ദുഃഖങ്ങളെ സന്തോഷമാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ഉറപ്പുള്ളവർ ചേർന്ന ദൈവത്തിന് നന്ദി പറഞ്ഞേ. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി. എന്താ അതിന്റെ അർത്ഥം?